ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വരിക എന്നറിയുമോ? ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഫൈനൽ അക്കൗണ്ട്. അതിലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു അസർടെയിൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഒരു ബിസിനസ്സിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദിസ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ ഫോം ഓഫ് ഓക്കെ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് റവന്യൂവിനേക്കാളും എക്സസ് ആവുകയാണെന്ന്, സെയിൽസ് ഓവർ കോസ്റ്റിനേക്കാളും എക്സസ് ആണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഇതാണ് ഒരു നമുക്ക് SAT ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ട് ഇത് അതിൻ്റെ ഫോർമാറ്റ് ആണ് ഇപ്പം ഞാൻ ഇവിടെ വരച്ചത്. അത് പറയുന്നതിൻ്റെ ഫോർമാറ്റ് ആണ്. അത് പറയുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണുക? അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രോസ് പ്രോഫിറ്റ് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് സെയിൽസ് എത്രയാണോ അതിൽ നിന്ന് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ടോട്ടൽ നെറ്റ് സെയിൽസ് ഉണ്ടാവും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽ എങ്ങനെയാണ് കാണുക? ഇത് ഒരു ഇക്വേഷനായിട്ട് ഇതിങ്ങനെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നെറ്റ് സെയിൽ കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ്, ഒരു ബിസിനസ്സിൽ മൊത്തം എത്ര സെയിൽ നടന്നോ ആ ടോട്ടൽ സെയിൽസിൽ നിന്ന് എന്താണ് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യാം. സെയിൽ കാണുക എങ്ങനെയാണ്? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് സെയിൽ കിട്ടുക. മൊത്തം എത്ര സെയിലുണ്ടോ അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും നെറ്റ് സെയിൽ കിട്ടും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതെങ്ങനെ കാണുക? അത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഒരു ബിസിനസ്സിൽ നമുക്ക് തന്നിട്ടുണ്ടാവും ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് നെറ്റ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടി പർച്ചേസ് എത്രയാണ്, നെറ്റ് പർച്ചേസ് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. അതിനോട് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കാൻ പാടില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഓക്കെ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ നെറ്റ് പർച്ചേസസ് ആഡ് ചെയ്യുക, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യുക. ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈനസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നത്. അതായത് നെറ്റ് സെയിൽ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിലെ നെറ്റ് സെയിൽ എത്രയാണോ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാണോ കൊടുത്തത് അത് മൈനസ് ചെയ്യുക. നെറ്റ് സെയിൽ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് എത്രയാണോ അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുക. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ നെറ്റ് പർച്ചേസ് എത്രയാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഇത് മൂന്നും ആഡ് ചെയ്തത് കിട്ടിയതിനോട് കൂടി ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്തുന്നത്. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് നോക്കാൻ പോകുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഇപ്പം ഞാൻ ഈ വരച്ചത്. ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് 4 കോളം ഉണ്ടാവും. പെർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, പെർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം. അതിൽ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാന്ന് തരും. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് എമൗണ്ട് ഇവിടെ എഴുതാം. ഡെബിറ്റ് സൈഡിലായിരിക്കും ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതേണ്ടത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. ദെൻ അതിനോട് രണ്ടാമത്തെ ഐറ്റം പർച്ചേസ് ആണ്. പർച്ചേസ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. അതിൽ ലെസ് പർച്ചേസ് റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പർച്ചേസിൽ നിന്ന് എന്താക്കുക,
മൈനസ് ചെയ്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുക. ദെൻ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എന്തുണ്ടാവുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവുക. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് എഴുതേണ്ടത്, സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും, അത് എത്രയാണെന്ന് എഴുതുക. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്ന ലാഭം എവിടെയാണ് എഴുതുക, ഗ്രോസ് പ്രോഫിറ്റ്. അതാണല്ലോ ഗ്രോസ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ്, ഇവിടെയാണെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാലി ചെയ്യുക. ഇങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇതേപോലെ പഠിച്ചു വയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ നമുക്കൊരു കണക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം ചെയ്തു നോക്കണോ? ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടത് മനസ്സിലാവും. ഓക്കെ, ഇതുപോലെ പഠിക്കുക കേട്ടോ. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് എങ്ങനെയാണ്, ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, ഒരു കണക്ക് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് 1,20,50,000, ക്യാഷ് സെയിൽസ് 85,000, സെയിൽസ് റിട്ടേൺ 10,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,12,000. അത് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് നിങ്ങൾക്കൊരു 1,25,000 തന്നെന്ന് വിചാരിക്കാം. ക്യാഷ് സെയിൽസ് ആയിട്ട് എന്താണ് ഒരു 85,000 തന്നു. ദെൻ സെയിൽസ് റിട്ടേൺ എത്ര വരും, ഒരു 10,000 വന്നു വിചാരിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാ, 1,12,000. അതിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുക എങ്ങനെയാ, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് നിന്ന് എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താലാണ് ഗ്രോസ് പ്രോഫിറ്റ് വരിക. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു കാണല്, ടോട്ടൽ സെയിൽസ് നിന്ന് മൈനസ് സെയിൽസ് റിട്ടേൺ അല്ലേ. ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ സെയിൽസ് എന്താ നമുക്ക് തന്നത്, ക്യാഷ് സെയിലും, സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് 85,000 ടോട്ടൽ സെയിൽസ്, ഫസ്റ്റ് ക്യാഷ് സെയിൽസ് 85,000ഉം ക്രെഡിറ്റ് സെയിൽസ് 1,25,000ഉം തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് മൈനസ് സെയിൽസ് റിട്ടേൺ എത്രയാ, 1 lakh മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്, 2 lakh ആണ് നമുക്ക് നെറ്റ് സെയിൽ കിട്ടുന്നത്. ഓക്കെ, നെറ്റ് സെയിൽ അപ്പോൾ എത്ര കിട്ടി, 2 lakh. ഇനി നെറ്റ് സെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുകൂടെ, നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മൈനസ് ചെയ്യുന്നതാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം നെറ്റ് സെയിൽ എത്രയാ, 2 lakh. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം 2 lakh മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാ, 1,12,000. എത്ര വരും, 88,000 ആണ് നമ്മളെ എന്തെന്ന് പറയുന്നത്, ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അത് മനസ്സിലായല്ലേ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണാമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. അതിൽ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണാമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കി. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന അക്കൗണ്ട് ആണ്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? The profit and loss account is prepared to find out the net profit or loss of business in particular period. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ബിസിനസ്സിൽ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ, അതായത് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം നമുക്ക്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. പെർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, പെർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും, ഇത് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരും? ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താ? ഗ്രോസ് പ്രോഫിറ്റ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ നമ്മൾ കണ്ടെത്തിയില്ലേ? അപ്പം അതിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ലോസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ലോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ലോസ് നമ്മളിവിടെ ടു പറഞ്ഞ് കാണിക്കണം. ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് എഴുതുക. അങ്ങനെയാണ്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റം ഗ്രോസ് ലോസ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ? ഇത് രണ്ടും എഴുതി വെക്കരുതില്ലേ, ഏതെങ്കിലും ഒന്നാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അത് ബ്രോ ഡൗൺ ചെയ്യുക ഫസ്റ്റ് നമ്മൾ. അതായത് ബ്രോ ഡൗൺ ചെയ്ത് ബിസിനസ് തുടങ്ങുക. ആ ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ ലാഭമാണെങ്കിലും അതിലോട്ട് കൂടിയായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് എഴുതാം. ദെൻ എന്താണ് ഉണ്ടാവുക? പിന്നെ ഏതാണോ അത് എമൗണ്ട് എന്ന് വെച്ചാൽ അത് എഴുതാം. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതായത് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണോന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഉണ്ടാവും, സെല്ലിംഗ് എക്സ്പെൻസ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ, ഈ 3 എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അത്രയും എക്സ്പെൻസ് ഉണ്ടാവും. ദെൻ ഇവിടെ എന്താ വരിക? ഇൻകംസ്. ഇവിടെ എക്സ്പെൻസ് ആണ് ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് ആണ്. അപ്പോൾ ഇവിടെ അതർ ഇൻകം, എന്തൊക്കെയാണോ നമ്മളെ ഇൻകം കിട്ടിയത് അതൊക്കെ നമ്മൾ എവിടെ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. ദെൻ അതിനെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലോസ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം. ദെൻ ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇതിലേക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അതിവിടേക്ക് ബ്രോ ഡൗൺ ചെയ്യും നമ്മൾ. ഓപ്പറേറ്റിംഗ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ബ്രോ ഡൗൺ ചെയ്യും. ദെൻ എന്താണ്? ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എടുത്തു. ഇവിടെ നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലാത്തത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഒന്നും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. ഇൻട്രസ്റ്റ്, ടാക്സ്, ലോസ് ഓഫ് സെയിൽ ഓൺ ഫിക്സഡ് അസറ്റ്, അങ്ങനത്തെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ എഴുതാം. ഇവിടെ അതേപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാം. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇത് ടാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലെങ്കിൽ ഇവിടെ എന്തായിരിക്കും നമുക്ക് വരിക? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ കുറവ് ഇവിടെയാണെന്ന് വെച്ചാൽ നെറ്റ് ലോസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്.